ജിംനേഷ്യം കേന്ദ്രീകരിച്ച് രാസലഹരി വിൽപ്പന നടത്തിയ 3 പേരെ പോലീസ് ഡാൻസ് ഓഫ് സംഘം പിടികൂടി. കോഴിക്കോട് പയ്യാനക്കലിലെ ബാക്ക് ടു ഫിറ്റ് എന്ന സ്ഥാപനത്തിലായിരുന്നു ഇവരുടെ ലഹരി വിൽപ്പന. വ്യായാമത്തിലൂടെ ആരോഗ്യം വീണ്ടെടുക്കാൻ ജിംനേഷ്യത്തിലെത്തുന്നവർക്ക് നൽകുന്നത് രാസലഹരി. കോഴിക്കോട് പയ്യാനക്കൽ കപ്പക്കൽ റോഡിലെ ബാക്ക് ടു ഫിറ്റ് ജിംനേഷ്യത്തിലാണ് ആവശ്യക്കാർക്ക് വ്യായാമത്തിനൊപ്പം രാസലഹരിയും വിതരണം ചെയ്തത്. ഇന്ന് പുലർച്ചെ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഓഫ് സംഘവും പന്നിയങ്കര പോലീസും പരിശോധനയ്ക്കെത്തിയപ്പോഴാണ് MDMA കണ്ടെത്തിയത്. ജിംനേഷ്യം നടത്തിപ്പുകാരൻ ഉൾപ്പെടെ 3 പേരാണ് പോലീസിന്റെ പിടിയിലായത്. ഇവരിൽ നിന്നും വിപണിയിൽ 8 ലക്ഷത്തിലേറെ രൂപ വരുന്ന 250 ഗ്രാം MDMAയും 40 ഗ്രാം കഞ്ചാവും പിടികൂടിയിട്ടുണ്ട്. ജിംനേഷ്യം നടത്തിപ്പുകാരനായ ബേപ്പൂർ മൂന്നാർ വളപ്പിൽ ജംഷീർ, ബേപ്പൂർ മതിലകത്ത് ഇജാസ്, ഫറോക്ക് ചുങ്കം സ്വദേശിയായ അർഷാദ് എന്നിവരാണ് പോലീസിന്റെ കസ്റ്റഡിയിലായത്. ഡാൻസ് ഓഫ് സംഘം ജിംനേഷ്യത്തിൽ എത്തുന്ന സമയത്ത് ഇവരെ കണ്ടതോടെ യുവാക്കൾ ലഹരി വിറ്റ് കിട്ടിയ പണം വെള്ളത്തിൽ നിക്ഷേപിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇവരെ ഏറെ നേരത്തെ ബലപ്രയോഗത്തിലൂടെയാണ് പോലീസ് കീഴ്പ്പെടുത്തിയത്. ഏറെ നാളായി പയ്യാനക്കൽ പ്രവർത്തിക്കുന്ന ജിംനേഷ്യത്തിൽ സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടെ 200-ലേറെ പേരാണ് ഓരോ ദിവസവും അതിരാവിലെ മുതൽ രാത്രി വരെ വ്യായാമം ചെയ്യാനെത്തിയിരുന്നത്. ഏറെ നാളായി ഇവിടെ ലഹരി വിതരണം ചെയ്യുന്നുണ്ടെന്ന വിവരം ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ഈ ഭാഗത്ത് നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. അതിനിടയിലാണ് ഇന്ന് ലഹരി എത്തിച്ചിട്ടുണ്ടെന്ന വിവരം ലഭിക്കുന്നത്. പ്രതികളെ പ്രാഥമികമായി ചോദ്യം ചെയ്തതിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് രാസലഹരി ഇവിടേക്ക് കൊണ്ടുവരുന്നതെന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ ലഹരി കൈമാറുന്ന മറ്റ് സംഘങ്ങളെക്കുറിച്ചുള്ള വിവരവും പ്രതികളിൽ നിന്ന് ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ ഊർജിതമായ അന്വേഷണം നടത്തുമെന്ന് ഡാൻസ് ഓഫ് അറിയിച്ചു. CTV പ്രാദേശിക വാർത്ത, മുക്കം.